കൂർഗുകാരുടെ സ്പെഷ്യലായിട്ടുള്ള പാപ്പുട്ട് കുറേ ആയിട്ടോ ഞാൻ പലരുടെ വീഡിയോസും കാണുന്നു. അപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കണം വിചാരിക്കും, പിന്നെ മറക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടോ. മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1.5 കപ്പ് പാല് ചേർത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് പുട്ടുപൊടിയിലൊക്കെ ഈ പാല് നന്നായിട്ട് അബ്സോർബായി കിട്ടിക്കോളും. ഓരോ പുട്ടുപൊടിക്കനുസരിച്ച് അതിൻ്റെ പാലിൻ്റെ അളവിന് ചെറിയ ഡിഫറൻസ് വരാം കേട്ടോ. അപ്പോൾ അതാ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ആ പാലൊക്കെ അബ്സോർബായി ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഓവർ ഡ്രൈ ആണ്. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാലിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ പോലെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. എനിക്ക് തേങ്ങ അത്യാവശ്യം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പൊക്കെ മതിയെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. നമുക്ക് പുട്ടുപൊടിയുടെ പോലെയല്ല, ഈ ഒരു കുറച്ച് ലൂസായിട്ടുള്ള ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓവറായിട്ട് ലൂസാവാൻ വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാൻ വേണ്ടത്. അപ്പം ഞാൻ ചെറിയ 3 സ്റ്റീൽ പ്ലേറ്റ്സിലാട്ടോ എടുത്തിട്ട്, എൻ്റെ ചെറിയ സ്റ്റീമർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റീൽ പ്ലേറ്റിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. നെയ്യ് പുരട്ടിയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ 3 ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓരോന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ അത് കുക്കായിട്ട് കിട്ടിക്കോളും. വലിയ സ്റ്റീമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വലിയൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഈ രീതിയിൽ നമുക്ക് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്യുക കേട്ടോ. കുറച്ചങ്ങ് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ നല്ല നോൺ വെജ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ബീഫ് കുറുമയാട്ടോ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് കടലക്കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. പക്ഷേ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല നോൺ വെജ് കറിയുടെ കൂടെ ആയിരിക്കും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.